മധ്യപ്രദേശിലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദിഗ്വിജയ് സിംഗ്, അദ്ദേഹം RSSന്റെ കടുത്ത വിമർശകൻ കൂടിയാണ്. അദ്ദേഹം ഈയിടെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സാമൂഹ്യ മാധ്യമത്തിൽ. അദ്ദേഹം പറഞ്ഞത് RSSലും ജനസംഘത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഒക്കെ ആകാൻ കഴിയുന്നു. ഇത് RSSന്റെ മികവാണ്. ഈ ഒരു ശൈലി കോൺഗ്രസും സ്വീകരിക്കണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടത്. അവിടെ LK അഡ്വാനിയുടെ താഴത്ത് തന്നെ നിലത്തിരിക്കുന്നു, കസേരയിൽ അഡ്വാനി ഇരിക്കുന്നു, നിലത്ത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇരിക്കുന്ന ഒരു ഫോട്ടോ ആണ് അദ്ദേഹം ഇട്ടത്. അതിന്റെ കൂടെയാണ് അദ്ദേഹം ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇത് രാഷ്ട്രീയ രംഗത്ത് വലിയ കോളടക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയുള്ള ഒരു തുറന്ന വിമർശനമായിട്ടാണ് ഇത് കാണുന്നത്. പല കോൺഗ്രസ് നേതാക്കളും ദിഗ്വിജയ് സിംഗിനെതിരായിട്ട് രംഗത്ത് വന്നു, ചിലർ ദിഗ്വിജയ് സിംഗിനെ അനുകൂലിച്ചു വന്നു. ഇവിടെ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിയെ മാറ്റി പ്രിയങ്ക ഗാന്ധിയെ കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം എന്ന അഭിപ്രായവും ഇപ്പോൾ ശക്തമാവുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ, അതായത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണ് BJP വളരുന്നു, RSS വളരുന്നു, RSSന്റെ സംഘടനാ രീതി നല്ലതാണ് എന്നൊക്കെ തികഞ്ഞ RSS വിരുദ്ധനായ ദിഗ്വിജയ് സിംഗ് പറയുന്നത്. ഇത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് ചിലർ അഭിപ്രായം പ്രകടിപ്പിക്കുന്നു. കാരണം അടുത്തു വരാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകന് സീറ്റ് കിട്ടണം എന്നുള്ളതാണ് ഒരു അഭിപ്രായം. രണ്ടാമത്തത്, കോൺഗ്രസിലെ അസംതൃപ്തരായ ആളുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നേതൃത്വ മാറ്റം, അതായത് രാഹുൽ ഗാന്ധി മാറി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ദിഗ്വിജയ് സിംഗ് ഉന്നം വെക്കുന്നത് KC വേണുഗോപാലിനെ കൂടിയാണ്. കാരണം KC വേണുഗോപാലിന് ഇപ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയാണ്. ഇപ്പൊ നേരത്തെ സോണിയാഗാന്ധി കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സമയത്ത് എങ്ങനെയാണോ അഹമ്മദ് പട്ടേൽ, ഗുജറാത്തിൽ നിന്നുള്ള അഹമ്മദ് പട്ടേൽ പ്രവർത്തിച്ചിരുന്നത്, അതേ റോളിലാണ് ഇപ്പോൾ KC വേണുഗോപാൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ അഹമ്മദ് പട്ടേലിന്റെയും KC വേണുഗോപാലിന്റെയും പ്രവർത്തന ശൈലിയിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം അഹമ്മദ് പട്ടേൽ എല്ലാ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റികളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം അവരുമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. പക്ഷേ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാലിന് PCCകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. KC വേണുഗോപാൽ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസിൽ എല്ലാ സ്ഥലത്തും സംഘടനാ തലത്തിൽ കോൺഗ്രസ് വീക്കായത്, അവരെ പരാജയപ്പെടുന്നത് എന്നുള്ളൊരു ആരോപണമാണ് ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള ആളുകൾ ഉയർത്തുന്നത്. അതേപോലെ തന്നെ നിരവധി നേതാക്കൾ, പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള ആളുകൾ, മനീഷ് തിവാരിയെ പോലുള്ള ആളുകൾ, ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ നേതൃത്വം നിരയുള്ള ആളുകളൊക്കെ തന്നെ കോൺഗ്രസ് നേതൃത്വമായിട്ട് അകൽച്ചയിൽ കഴിയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലേക്ക് ഒരാൾ കൂടിയാണ് ദിഗ്വിജയ് സിംഗിന്റെ വരവോടുകൂടി വരുന്നത്. അതോടൊപ്പം തന്നെ നിരവധി നേതാക്കന്മാർ, ഗുലാം നബി ആസാദിനെ പോലെയുള്ള ഒരുപാട് നേതാക്കന്മാർ, അവരൊക്കെ തന്നെ കോൺഗ്രസ് പാർട്ടി തന്നെ അവര് ഈ നേതൃത്വത്തോടുള്ള അതൃപ്തി കാരണം അവർ പാർട്ടി തന്നെ വിട്ട ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് KC വേണുഗോപാലിനെതിരായിട്ടുള്ള വിമർശനം ഉയർന്നു വരുന്നത്. പക്ഷെ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു നിലപാട്, ഈ ഒരു വിമർശനമൊക്കെ നല്ലതാണ്. കാരണം അദ്ദേഹത്തിന് ഇനി കോൺഗ്രസിന്റെ സെക്രട്ടറി ജനറൽ സ്ഥാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും, അല്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനം നഷ്ടപ്പെട്ടാലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം കേരളമാണ്. കാരണം കേരളത്തിൽ അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിക്കുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ആവാം എന്നാണ് KC വേണുഗോപാൽ കരുതുന്നത്. പക്ഷെ അതിന് അദ്ദേഹത്തിന് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി ആവശ്യമാണ്. പക്ഷെ ആ സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തെ മാറ്റണം, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി മാറണം എന്നുള്ള അഭിപ്രായം ശക്തമാക്കാനാണ് ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള ആളുകൾ അതിശക്തമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്.